നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിലെ മൊഡ്യൂൾ 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ചാർജിങ് പ്രോട്ടോകോൾസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഡിഫറെൻറ്റ് ചാർജിങ് പ്രോട്ടോകോൾസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എന്ന് പറഞ്ഞാൽ ചാഡേമോ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് CCS തന്നെ CCS 1 ഉണ്ട്, CCS 2 ഉണ്ട്. പിന്നെ ഉള്ളത് GBT എന്നാണ്, GBT അല്ലെങ്കിൽ ഗോ ബിയാവോ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഇമേജും ചോദിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, ഡിഫറെൻറ്റ് ചാർജിങ് പ്രോട്ടോകോൾസ് ഷോ വിത്ത് നീറ്റ് സ്കെച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീറ്റ് സ്കെച്ച് ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ചാഡേമോ എന്ന് പറയുമ്പോൾ ചാഡേമോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിലെ DC ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ DC ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അപ് ടു 500 kW അൾട്രാ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ DC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സോക്കറ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കുക, 2 സർക്കിൾ അതിൻ്റെ ഇടയിൽ, പിന്നെ 2 ക്രോസ്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫിഗർ എന്ന് പറയുന്നത് DC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ. എന്നാൽ AC ഫാസ്റ്റ് ചാർജിങ് അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. AC ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ 3 സർക്കിൾ വരും, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു 2 കുത്തായ നമുക്കിവിടെ AC ഫാസ്റ്റ് ചാർജിങ് കിട്ടി ചാഡേമോൻ്റെ. ഇനി CCS 1ഉം CCS 2ഉം CCS 1ഉം CCS 2ലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CCS 1ഉം 2ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ് ടു 350 kW ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ചാഡേമോ എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ഉണ്ടാക്കിയതാണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ ജപ്പാനിൽ നിന്നാണ് ആ ചാഡേമോ എന്ന് പറഞ്ഞ ഒരു ചാർജിങ് പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അതിൽ ചാവോജി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് 500 kW വരെ അൾട്രാ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ CCS 1ഉം CCS 2ലും യൂറോപ്പിലും നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ്. ഓക്കെ, അതിൽ കമ്പൈൻസ് AC ആൻഡ് DC ചാർജിങ് യൂസിങ് ദ സെയിം ഇൻലെറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, അവർ എങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഇതാണ് AC അഥവാ DCയിലെ പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ CCS 1ൻ്റെ പോർട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കുന്നു, ഇതിൻ്റെ ഇടയിൽ 2 സർക്കിൾ. ഓക്കെ, ഇനി ഇത് ഓർത്ത് വെക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ചാഡേമോൻ്റെ അതേ ഇതാണ് CCSലും വരുന്നത്, ഇവിടെ സെൻറ്ററിൽ. ഓക്കെ, CCS 1ൽ വരുന്നത്. എന്നാൽ CCS 2ലാണെങ്കിൽ ഫിഗർ കുറച്ച് മാറ്റം വരും. സെയിം ഇതുപോലെ തന്നെ. ആൻഡ് ഫിഗർ എങ്ങനെയായിരിക്കും? ഇവിടെ 5 സർക്കിൾ ഉണ്ടാവും, പിന്നെ ഒരു 2 ചെറിയൊരു സർക്കിൾ ഉണ്ടാവും. ഇതായിരിക്കും CCS 2ലെ. ഇനി അവർ പറഞ്ഞല്ലോ കമ്പൈൻ AC ആൻഡ് DC ചാർജിങ് യൂസിങ് ദ സെയിം ഇൻലെറ്റ് എന്ന്. സെയിം ഇൻലെറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ AC ചാർജിങ്ങിൽ ഈ ഒരു ഇൻലെറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, CCS 1ൽ. CCS 2ലാണെങ്കിൽ ഈ ഒരു ഇൻലെറ്റ് മാത്രമേ കാണുള്ളൂ. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഇൻലെറ്റ് മാത്രം വരച്ച് വെച്ചാൽ മതിയാകും. ഓക്കെ, DC ചാർജിങ്ങിലാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഇൻലെറ്റ് വേണ്ടി വരും CCS 1നും CCS 2നും. ഓക്കെ, ഇനി GOB ആവും. അപ്പം ഇതിൽ AC ഈ ചാഡേമോയിൽ DC പഠിച്ചു വെക്കാം, AC നമുക്ക് അതും പഠിച്ചു വെക്കാം. CCS 1ലെ ACയും ചാഡേമോയിലെ ACയും ഏതാണ്ട് സെയിം തന്നെ, ആകെ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, CCS 2ലെ ACയും DCയും പഠിച്ചു വെക്കാം. പിന്നെ GBT ഗോ ബിയാവോ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് EV സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ഗോ ബിയാവോ എന്ന് പറഞ്ഞാൽ ചൈനീസ് EV സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ എളുപ്പമാണ്. ഓക്കെ, നമ്മളിവിടെ എന്താ കണ്ടുവരുന്നത്? AC ഏതാണ്ട് ഒരേ ഫിഗർ തന്നെ വരുന്നത് അല്ലേ. ഇവിടെ ഒരു സർക്കിളും 3 സർക്കിൾ അതിൻ്റെ ഇടയിൽ, ഇവിടെ ഒരു സർക്കിൾ 3 സർക്കിളിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മാറ്റം മാത്രം. എന്നാൽ ഗോ ബിയാലെ AC എന്ന് പറഞ്ഞാൽ CCS 2ലെ ഈ ഒരു ഫിഗറാണ്. എന്താണ്? ഇങ്ങനെയുള്ള ഫിഗറാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എളുപ്പ വഴി ഓർത്ത് വെക്കാനുള്ളത്. ഈ ഒരു ഫിഗറിൽ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, ഈ പോർഷൻ ഇല്ല. ഓക്കെ, ഈ അടിയത്തെ പോർഷൻ ഇല്ല. എന്നാൽ DCയിലാണെങ്കിൽ എന്താ? ഈ CCS 1ലെ ഈ 3 സർക്കിൾ ഓർത്ത് വെക്കുക. CCS 1ലെ 3 സർക്കിൾ ഓർത്ത് വെക്കുക. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഒരു T പോലെ കുത്ത് ഇടുക. ഇത്രയേ ഉള്ളൂ. 3 സർക്കിളും മറ്റേ ഇത്, അതായത് CCS 1ലെയും ചാഡേമോയിലെ AC ആണ്, നമ്മുടെ GBTയിലെ DC. പിന്നെ ഒരു 4 സർക്കിളും ഉണ്ട്, T ഷേപ്പിൽ വരുന്ന 4 സർക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിഗർ മനസ്സിലായി എന്ന് ഓർക്കുന്നു. പിന്നെ നമുക്കുള്ള ഭാരത് സ്റ്റേജ് സ്റ്റാൻഡേർഡ്, അത് AC DC 2 ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, OCPP അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ എഴുതുമ്പോൾ ഡിഫറെൻറ്റ് ചാർജിങ് പ്രോട്ടോക്കോളിൽ മെയിനായിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ചാഡേമോ എഴുതണം, CCS എഴുതണം,
GBT ഗോബിയാവോ എന്ന് പറയുന്ന GBT ചൈനീസ് EV ചാർജിങ് സ്റ്റാൻഡേർഡ് എഴുതണം. പിന്നെ ഉള്ളത് ഓപ്പൺ ചാർജ് പോയിൻറ്റ് പ്രോട്ടോക്കോൾ. ഓപ്പൺ ചാർജ് പോയിൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ചാർജിങ് സ്റ്റേഷൻ, ഓരോ ചാർജിങ് സ്റ്റേഷനും ആൻഡ് ദ CMS സെൻട്രൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ISO 15118 എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ലെവൽ 2 ലെവൽ 3 ചാർജേഴ്സ്. ഓക്കെ, ഇത് 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് ആൻസർ ഞാൻ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീണ്ടും വേറെ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരും. ഓക്കെ, ലെവൽ 2 ലെവൽ 3 ലെവൽ 1 എല്ലാം ഉൾപ്പെടുന്ന ഒരു ആൻസർ അടിയിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിസൈറബിൾ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി? ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിക്ക് വേണ്ട ഡിസൈറബിൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളൊരു ബാറ്ററി നോക്കി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ഫീച്ചേഴ്സാണ് ഹൈ എനർജി ഡെൻസിറ്റിയും ഹൈ പവർ ഡെൻസിറ്റിയും. എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് it can amount of charge total amount of energy a battery can store in a small volume. Okay, it is the amount of energy a battery can store in a small volume. അപ്പം ഇപ്പം ചെറിയൊരു വെയിറ്റിൽ കുറേ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയും. ചെറിയ വെയിറ്റും ആവാം വോളിയം ആവാം. ഓക്കെ, ഇനി ഹൈ പവർ ഡെൻസിറ്റി എന്താ? പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് അലൗസ് ദ ബാറ്ററി ടു ഡെലിവർ റാപ്പിഡ് ബേഴ്സ്റ്റ് ഓഫ് എനർജി. അല്ലേ, പെട്ടെന്ന് ഒരു ക്വിക്ക് ആക്സിലറേഷൻ എല്ലാം വേണ്ടത് നമ്മളെ പവർ ഡെൻസിറ്റിയാണ്. എന്നാൽ കുറേ നേരം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ, കുറച്ച് വെയിറ്റുള്ള ബാറ്ററിയിൽ തന്നെ കുറേ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത്? കുറേ റേഞ്ച് കിട്ടും. അല്ലേ, ഇറ്റ് ഇൻക്രീസസ് ദ ഡ്രൈവിംഗ് റേഞ്ച്. ഹൈ പവർ ഡെൻസിറ്റി ആണെങ്കിൽ എന്താ, ക്വിക്ക് ആക്സിലറേഷൻ കിട്ടും. ഇനി ലോങ് സൈക്കിൾ ലൈഫ് നമുക്കറിയാം. ഏതൊരു ഫോണോ ടാബോ അല്ലെങ്കിൽ കാറോ എന്ത് മേടിക്കുകയാണെങ്കിലും അത് സൈക്കിൾ ലൈഫ് കൂടുതലായിരിക്കണം, പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. ചാർജ് ഡിസ്ചാർജ് സൈക്കിൾ കൂടുതലായിരിക്കണം, ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഗുഡ് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താ? തെർമൽ സ്റ്റെബിലിറ്റി എന്ന് മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരു ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് റേഞ്ച് അല്ലെങ്കിൽ ഒപ്റ്റിമൽ റേഞ്ച് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഓക്കെ, ഈ 20 to 40 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്താൽ ഹൈ പെർഫോമൻസും ബെറ്റർ എഫിഷ്യൻസിയും ഒപ്റ്റിമൽ റേഞ്ചിൽ ബാറ്ററി ഓടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഗുഡ് തെർമൽ സ്റ്റെബിലിറ്റിയാണ്. ഈ തെർമൽ സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ ഉള്ളത് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി. അല്ലേ, അപ്പോൾ ഇതിപ്പം ഇതിനോട് ലിങ്ക് ചെയ്ത് തന്നെ പറയാം. അതായത് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു DC ഫാസ്റ്റ് ചാർജിങ് അത് എടുക്കാൻ പറ്റണം. അല്ലേ, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിക്ക് DC ഫാസ്റ്റ് ചാർജിങ് എടുക്കാൻ പറ്റണം. അപ്പം ഈ DC ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഹൈ ഡയറക്റ്റ് കറണ്ട് അപ് ടു 500 kW വരുന്നത്. ഈ 500 kW വരുന്ന കറണ്ടിന് എന്താ ചെയ്യേണ്ടത്? ഇത് എടുക്കുമ്പോൾ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റിനെ ഗുഡ് തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹീറ്റിനെ തിരിച്ച് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്റ്റിമൽ റേഞ്ചിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് സേഫ് കെമിസ്ട്രി ആൻഡ് സ്ട്രക്ചർ. അതായത് ഷോർട്ട് സർക്യൂട്ട് ഒന്നും പാടില്ല, ഇൻറ്റേർണൽ സെൽസ് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട്സ് ഒന്നും പാടില്ല. പിന്നെന്താ, മെക്കാനിക്കൽ അബ്യൂസ് കൂടുതൽ ഓവർലോഡ് ചെയ്താലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം, മെക്കാനിക്കൽ അബ്യൂസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പിന്നെ ലോ സെൽഫ് ഡിസ്ചാർജ് റേറ്റ്. ഓക്കെ, സെൽഫ് ഡിസ്ചാർജ് റേറ്റ് കുറയ്ക്കണം. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം ഒരു ബാറ്ററി. ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ തള്ളി വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഡിഫൈൻ കപ്പാസിറ്റി, ഡിസ്ചാർജ് റേറ്റ്, സ്റ്റേറ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്ചാർജ് ഇൻ EV. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എ ബാറ്ററി ക്യാൻ സ്റ്റോർ. അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, കപ്പാസിറ്റി ഈസ് മെഷർഡ് ഇൻ ആംപിയർ അവർ ഓർ കിലോവാട്ട് അവർ. ഇതന്നെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ലോങ് എ ബാറ്ററി ക്യാൻ പവർ ദ വെഹിക്കിൾ. അല്ലേ, അപ്പോൾ കപ്പാസിറ്റി കൂടുതലുള്ള ബാറ്ററി ആണെങ്കിൽ അത് കുറേ നേരം നമുക്ക് ചാർജ് ഇല്ലാതെ തന്നെ ഓടാൻ പറ്റും. പിന്നെ ഡിസ്ചാർജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ബാറ്ററി റിലീസസ് എനർജി. ഓക്കെ, നമ്മൾ എനർജി ഡെൻസിറ്റിയും പവർ ഡെൻസിറ്റിയും ആയിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി എ ബാറ്ററി ക്യാൻ സ്റ്റോർ ഇൻ എ സ്മോൾ വോളിയം. അതെന്ന് പറഞ്ഞാൽ വാട്ട് അവർ പെർ kgയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, യൂണിറ്റ്. അത് നമ്മൾ പിന്നെ പറയും. ഓക്കെ, എന്നാൽ പവർ ഡെൻസിറ്റിയും ഡിസ്ചാർജ് റേറ്റും തമ്മിലും മാറിപ്പോകാൻ പാടില്ല. പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വാട്ട് പെർ kg. അല്ലേ, അതായത് ക്വിക്ക് ബേസ്റ്റ് ഓഫ് എനർജി ഫോർ ബെറ്റർ ആക്സിലറേഷൻ. ഇനി ഡിസ്ചാർജ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റേറ്റ് അറ്റ് വിച്ച് ദ ബാറ്ററി റിലീസ് എനർജി. ഓക്കെ, ഡിസ്ചാർജ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ദ ബാറ്ററി റിലീസസ് എനർജി. അപ്പോൾ ഒരു കൂളമ്പ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിൽ ഇറ്റ് ക്യാൻ ബി ഡിസ്ചാർജ് ഇൻ 1 hour. ഇനി സ്റ്റേറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഈ
ഫോണിലെല്ലാം കാണിക്കുന്ന പെർസെൻറ്റേജ് ഉണ്ടല്ലോ, ഫോണിൽ കാണിക്കുന്ന പെർസെൻറ്റേജ് ഉണ്ടല്ലോ, ഇപ്പം 48 ആണെങ്കിൽ 48% കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് അവൈലബിൾ എനർജി റിമൈനിങ് ഇൻ ദ ബാറ്ററി. അതുപോലെ തന്നെ കാറിലും കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളെ പെട്രോൾ ടാങ്കിൽ ഫ്യൂൽ ഗേജ് ഉള്ള പോലെ തന്നെ, അല്ലെങ്കിൽ IC എഞ്ചിനിൽ ഫ്യൂൽ ഗേജ് ഉള്ള പോലെ തന്നെ നമ്മളെ ബാറ്ററി EVയിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ എന്താ ഉള്ളത്? ഇലക്ട്രിക് വെഹിക്കിളിൽ സ്റ്റേറ്റ് ഓഫ് ചാർജ് ആണ് കാണിക്കുന്നത്. ഇതുപോലെ 80%, 50% ചാർജ്, ഒരു 20% ആകുമ്പോൾ ചാർജ് വെക്കണം എന്നൊക്കെ പറയുന്നത് അത്. ഇനി സ്റ്റേറ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ തിരിച്ച്, സ്റ്റേറ്റ് ഓഫ് ചാർജിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് സ്റ്റേറ്റ് ഓഫ് ഡിസ്ചാർജ്. അതായത് എത്രത്തോളം എനർജി ലോസ്റ്റ് ആയിരുന്നു, എത്രത്തോളം എനർജി യൂസ്ഡ് അപ്പ് by the motor. Okay, it indicates how much energy has been used. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് ബാറ്ററി ടെമ്പറേച്ചർ ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ബാറ്ററി ടെമ്പറേച്ചർ ഇലക്ട്രിക് വെഹിക്കിളിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? ഡീഗ്രേഡേഷൻ, പെട്ടെന്ന് നമ്മളെ ബാറ്ററി ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്താ നമുക്ക് സംഭവിക്കുന്നത്? ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരെയല്ലേ പിന്നെന്താ അതിൻ്റെ കപ്പാസിറ്റി കുറയാൻ തുടങ്ങും. പിന്നെ തെർമൽ റണ്ണവേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മളെ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററിയിൽ കുറേ സെൽസ് ഉണ്ട്. ആ സെൽസിൽ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ആയി. ഈ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം ഇറ്റ് റിലീസസ് ഗ്യാസസ് ആൻഡ് ആ ഗ്യാസ് എന്ത് ചെയ്യും? ആ ഗ്യാസ് കെമിക്കൽ റിയാക്ഷൻ എല്ലാം സംഭവിച്ചിട്ട് ആ ഗ്യാസസ് പ്രഷർ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും. നമ്മളെ മൊത്തം ബാറ്ററിയിൽ പ്രഷർ ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രഷർ കൂടി അത് ഫയർ അല്ലെങ്കിൽ എക്സ്പ്ലോഷന് വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തെർമൽ റണ്ണവേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി ടെമ്പറേച്ചർ ഒപ്റ്റിമൽ റേഞ്ചിൽ തന്നെ വേണം. അപ്പം തെർമൽ റണ്ണവേ ബാറ്ററി ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? തെർമൽ റണ്ണവേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. പിന്നെ ലോ ടെമ്പറേച്ചർ എഫക്ട്സ്. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നത്? നമ്മളെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയാണെന്ന് വിചാരിച്ചോ. ഒരു ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിൽ ലിഥിയം അയണിൻ്റെ മൂവ്മെൻറ്റ് കുറയും. കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്ലോ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അല്ലെങ്കിൽ സ്ലോ ചാർജ് മാത്രമല്ല സ്ലോ ആക്സിലറേറ്റ് ചെയ്യാനും തുടങ്ങും. സ്ലോ ആക്സിലറേഷൻ ആയിരിക്കും. പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ബാറ്ററിയുടെ പവർ ഔട്ട്പുട്ട് കുറയ്ക്കും. ഇപ്പോൾ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ബാറ്ററി മോട്ടറിനോട് കൊടുക്കുന്ന പവറെല്ലാം കുറയും. ഓക്കെ, പിന്നെ ലിഥിയം അയൺ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഒക്കറൻസും വരും. ഇനി അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 to 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ വേണം ബാറ്ററിയെ എപ്പോഴും വെക്കാൻ. ഇനി വാട്ട് ഇസ് ദ നീഡ് ഫോർ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം? ഇതെല്ലാം ഈ ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ എല്ലാം കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വേണ്ടത്. ഇനി ഡിസ്കസ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ലിക്വിഡ് കൂൾഡ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, നമുക്കറിയാം തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ടല്ലേ. എയർ കൂൾഡ് ഉണ്ട്, ലിക്വിഡ് കൂൾഡ് ഉണ്ട്, പിന്നെ PCM എന്ന് പറയുന്ന ഫേസ് ചേഞ്ച് മെറ്റീരിയൽ ഉണ്ട്. അതിലോട്ട് വരാം. അതിൽ ലിക്വിഡ് കൂൾഡിൻ്റെ പ്രോസും കോൺസും എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ലിക്വിഡ് കൂളിനെ പറ്റി പറയാം. ലിക്വിഡ് കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇത്? ഇൻക്രീസസ് നമുക്കിവിടെ ലിക്വിഡ് കൂളിൽ എന്താ സംഭവിക്കുന്നത്? കൂളൻ്റാണ് നമ്മുടെ ബാറ്ററി കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹയർ എഫക്റ്റീവ്നെസ് ആയിരിക്കും. ഒന്ന് ചിന്തിച്ചത് വണ്ടിയിലെല്ലാം അതായത് ഇപ്പോൾ നമുക്ക് ഒരു ബൈക്ക് ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അറിയാം എയർ കൂൾഡിനായിട്ടും നല്ലതാണ് ലിക്വിഡ് കൂൾഡ് എന്നൊക്കെ ചിലവർ പറയും. കാരണം എന്താ? എയറിനായിട്ടും കൂടുതൽ ഹീറ്റ് റിമൂവൽ കപ്പാസിറ്റി ഉള്ളത് നമ്മുടെ ലിക്വിഡ് കൂളിനാണ്. അപ്പോൾ ഒന്ന് നോക്കി ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി. ലിക്വിഡ് ഹാസ് ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ദൻ എയർ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ഉള്ളത്? യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലിക്വിഡ് കൂൾഡ് സിസ്റ്റം വെച്ചിട്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാകുമ്പം ഹൈ ഹീറ്റ് ജനറേറ്റ് ചെയ്യാണ്. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്തതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് സഹായിക്കും. പിന്നെ ഒരു കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ലിക്വിഡ് എയർ കൂൾഡിൽ നമുക്ക് ഫിൻസ് ഒക്കെ കാണാം അല്ലേ. അപ്പോൾ ഫിൻസ് എന്താ സംഭവിക്കുന്നത്? ഏരിയ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ ലിക്വിഡ് കൂൾഡ് ആകുമ്പോൾ ടൈറ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. അതായത് ആ ബാറ്ററീൻ്റെ അടുത്തുകൂടെ തന്നെ നമുക്ക് ലിക്വിഡ് ചാനൽസ് കൊടുക്കാം. ബാറ്ററിയുടെ അടുത്തുകൂടെ തന്നെ നമുക്ക് ലിക്വിഡ് ചാനൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാറ്ററിയുടെ അടുത്തുകൂടെ ലിക്വിഡ് ചാനൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടൈറ്റും കോമ്പാക്റ്റും ആവാം. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താ? നമ്മുടെ സ്ഥിരം കോസ്റ്റ് കൂടും, കോംപ്ലക്സിറ്റി കൂടും, കൂളൻ്റ് ലീക്കേജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മറ്റിടത്ത് എയർ ആണ്, ഇവിടെ കൂളൻ്റാണ്. കൂളൻ്റ് ലീക്കായാൽ ബാറ്ററി ഡാമേജ് ദ ബാറ്ററി സെൽസ്. പിന്നെ ഹെവിയർ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഏരിയ കുറയും, പക്ഷേ വെയിറ്റ് കൂടും.
ഏരിയ കുറയും പക്ഷേ വെയിറ്റ് കൂടും. എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്? കാരണം കൂളൻ്റ് അല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ കൂളൻറ്റിന് ഉപയോഗിക്കുന്ന പൈപ്പ്സ്, പമ്പ്, ഇതൊക്കെ കാരണം വെയിറ്റ് കൂടും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബാറ്ററീസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കുറച്ച് ബാറ്ററി ടൈപ്സ് എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററി, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി. അത് പറഞ്ഞാലും കുഴപ്പമില്ല, അത് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ അൾട്രാ കപ്പാസിറ്റർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററി, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ്, ലെഡ് ആസിഡ്. ഓക്കെ, ലിഥിയം അയൺ ബാറ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ മോഡേൺ ഇലക്ട്രിക് വെഹിക്കിൾസ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാം ലിഥിയം അയൺ. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് എടുത്ത് നോക്കിയാലും ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹൈ എനർജി ഡെൻസിറ്റിയാണ്. എന്തുകൊണ്ടാണ് അത് അവർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്? ഹൈ എനർജി ഡെൻസിറ്റി. നേരത്തെ പറഞ്ഞ പോലെ എമൗണ്ട് ഓഫ് എനർജി ക്യാൻ സ്റ്റോർ പെർ യൂണിറ്റ് വോളിയം. ചെറിയ കുറച്ച് സ്ഥലത്ത് തന്നെ കുറേ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് സൈക്കിൾ ലൈഫ്, ഗുഡ് എഫിഷ്യൻസി. ഓക്കെ, ഇതിൽ തന്നെ ടൈപ്സ് ഇൻക്ലൂഡ്സ് NMC, നിക്കൽ മാംഗനീസ് കൊബാൾട്ട്, LFP എന്ന് പറഞ്ഞാൽ ഈ LFP ആണ് അവർ സബ്ബായിട്ട് രണ്ടാമത് കൊടുത്തേക്കുന്നത്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. LFP എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ഒരു സബ് ടൈപ്പ് ഓഫ് ലിഥിയം അയൺ ബാറ്ററി. കണ്ട, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ്. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾസ്. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ച് വെച്ചാൽ മതി, മെറ്റൽ ഹൈഡ്രൈഡ്, ഹൈബ്രിഡ്. അപ്പോൾ മെയിൻലി ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾ. പക്ഷേ അവർ ചോദിക്കുന്ന ക്വസ്റ്റൻ ദ ടൈപ്സ് ഓഫ് ബാറ്ററീസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ് ലെസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ, ലെസ് യൂസ്ഡ് ഇൻ പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾ. പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ലെസ് യൂസ്ഡ് ഇൻ പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾ. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേട്ട് കാണും എല്ലാവരും. ഓൾഡസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ടെക്നോളജി ബാറ്ററിയാണ്. ഓൾഡസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്ട് ഹെവിയസ്റ്റ് ആയിരിക്കും, എനർജി ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്മോൾ EVസിലെല്ലാം ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ ഈ ഓക്സിലറി സിസ്റ്റം പവർ ചെയ്യാനും നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന, ഇനി വരാൻ പോകുന്ന അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഇറ്റ് ഹാസ് വെരി ഹൈ എനർജി ഡെൻസിറ്റി ആൻഡ് ഓൾസോ സേഫ്റ്റി. പിന്നെ ലിഥിയം പോളിമർ, അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഡ്രോൺസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവർ സ്മോൾ EV ആപ്ലിക്കേഷനിലും ഉപയോഗിക്കും. അൾട്രാ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ പവർ ഡെൻസിറ്റിയാണ്. ഹൈ പവർ ഡെൻസിറ്റിയാണ്. ലോ എനർജി ഡെൻസിറ്റി ലോ എനർജി ഡെൻസിറ്റിയും ഹൈ പവർ ഡെൻസിറ്റിയും. ലോ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കുറച്ച് എനർജി മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ സ്റ്റോർ ചെയ്ത എനർജി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ സപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കും, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കും. പിന്നെ ഉള്ളത് വിച്ച് ഇസ് ബെറ്റർ, AC ഓർ DC ചാർജിങ് ഫോർ ആൻ EV ജസ്റ്റിഫൈ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്ഥിരം ഒരു ആൻസർ അല്ല, AC അല്ലെങ്കിൽ DC അങ്ങനെയല്ല. അതായത് DC charging is better when fast charging is required. If you need fast charging, use DC charger. If you are using it on a regular basis, go for AC charging. അല്ലേ, നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചാർജിങ്, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് AC ചാർജിങ്. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൽ ഒരു ഇൻവെർട്ടർ പോലെ ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പം അതെന്താ ചെയ്യുന്നത്? നമ്മുടെ DC-നെ AC-ലോട്ട് മാറ്റും. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കയ്യിലൊരു ബാറ്ററി ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിക്ക് DC-യെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മോട്ടറിന് എന്താണ്? മോട്ടറിന് AC-യെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. AC സിങ്ക്രണസ് മോട്ടർ എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ എന്താ, ഈ വരുന്ന പവർ DC ആയിരിക്കും. ഓക്കെ, ഈ വരുന്ന പവർ DC ആയിരിക്കുമോ? വരുന്ന പവർ DC ആണെങ്കിൽ ഓക്കെ. വരുന്ന പവർ AC ആണെന്ന് വിചാരിച്ചോ. വരുന്ന പവർ AC ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതായത് നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ വരുന്ന ഹോം ചാർജറിൽ AC ആണെങ്കിൽ ഒരു ഓൺ ബോർഡ് ചാർജർ ഉണ്ടാവും. നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ ഒരു ചാർജർ ഉണ്ടാവും. ഈ ഓൺ ബോർഡ് ചാർജർ AC-നെ DC-ലോട്ട് മാറ്റും. ഓക്കെ, എന്നിട്ട് ആ DC ബാറ്ററിക്ക് കൊടുക്കും. കാരണം ബാറ്ററിന് DC മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഉപയോഗിക്കുന്ന സമയത്ത് വെൻ മോട്ടർ നീഡ്സ് എ പവർ, ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ വഴി DC-നെ AC-ലോട്ടാക്കും. ആ AC കൊണ്ട് മോട്ടർ കറങ്ങും. ഓക്കെ, ഇനി AC-യുടെ ചാർജിങ് എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് AC ചാർജിങ് ഉപയോഗിക്കുന്നത്? സിമ്പിളാണ്, ചീപ്പറാണ്, ലോവർ സ്ട്രെസ് ഓൺ ദ ബാറ്ററി. ഇത്രയും ഹൈ ഡയറക്റ്റ് കറണ്ട് പോവല്ല DC പോലെ. ഓക്കെ, റിക്വയർസ് ഓൺലി ഓൺ ബോർഡ് ചാർജർ ടു കൺവേർട്ട് AC ഇൻറ്റു DC. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ബാറ്ററിക്ക് DC വേണം. അപ്പം ഓൾട്ടർനേറ്റ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് DC-ലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺ ബോർഡ് ചാർജർ വേണം. ഓക്കെ, പിന്നെ ഓവർനൈറ്റ് ചാർജിങ്ങിലല്ല, നമുക്ക് രാത്രി ചാർജ് കുത്തിയിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ചാർജ് തരണ്ട, അരമണിക്കൂറിലൊന്നും ചാർജ് തരണ്ട. അപ്പോൾ ഓവർനൈറ്റ് ചാർജിങ്ങിന് ഐഡിയൽ AC ചാർജിങ്ങാണ്. DC ചാർജിങ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൽ 20 to 45 മിനിറ്റ്സിൽ 80% ചാർജ് ഇതാവും. ഓക്കെ, അപ്പം ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനെല്ലാം നമ്മൾ ഈ
ടൈപ്പ് ഓഫ് ചാർജർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലും DC ചാർജിങ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വണ്ടി ചാർജ് ആയിരിക്കണം. പിന്നെ ഓൺ ബോർഡ് ചാർജർ ഇസ് ബൈപ്പാസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓൺ ബോർഡ് ചാർജറിൻ്റെ ആവശ്യമില്ല. ബാറ്ററിക്ക് DC ആവശ്യം, നമ്മൾ കൊടുക്കുന്ന DC തന്നെ. അപ്പോൾ ഹൈ പവർ DC ഡയറക്റ്റ് അങ്ങ് പോയിക്കോളും. ഓൺ ബോർഡ് ചാർജറിനെ ബൈപ്പാസ് ചെയ്യും. ഓക്കെ, DC ഈസ് ബെറ്റർ ഫോർ ഫാസ്റ്റ് ചാർജിങ്. ഒരു ജസ്റ്റിഫിക്കേഷൻ പറയാണ്. AC ഈസ് ബെറ്റർ ഫോർ ബാറ്ററി ഹെൽത്ത്. അല്ലേ, ഇവിടെ എന്ന് പറയുമ്പോൾ ഹൈ സ്ട്രെസ് വരെയാണ്. ഹൈ സ്ട്രെസ്, ഹൈ ഹീറ്റ്, ഇത്രയും വലിയ കറണ്ട് പോലെ ഹൈ സ്ട്രെസ് വരുന്നു, ഹൈ ഹീറ്റ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളെ ഇതിനെല്ലാം കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AC ചാർജർ റൂട്ടീനായിട്ട് ഉപയോഗിക്കുന്നത്. റൂട്ടീൻ ചാർജിങ്ങിന് AC ചാർജിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് എ ബാറ്ററി പാക്ക്. എക്സ്പ്ലെയിൻ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് എ ബാറ്ററി പാക്ക്. അപ്പോൾ നമ്മൾ ബാറ്ററി പാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആദ്യം എന്താ തെർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയണം. തെർമൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ദീസ് ആർ ടെക്നോളജീസ് ഓർ സ്ട്രാറ്റജീസ് വിച്ച് ആർ ഡെവലപ്ഡ് ടു മെയിൻറ്റെയിൻ ദ ബാറ്ററി ടെമ്പറേച്ചർ ഇൻ ദ ഒപ്റ്റിമൽ റേഞ്ച്. ഓക്കെ, അപ്പം ഈ തെർമൽ മാനേജ്മെൻറ്റിന് ഇനി നമ്മൾ പറയുന്നത് പറഞ്ഞാൽ തെർമൽ മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് വേണ്ടത്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് തെർമൽ മാനേജ്മെൻറ്റ്? ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 20 to 40 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ മെയിൻ ടെമ്പറേച്ചർ വരേണ്ടത്. അപ്പോൾ അതിൽ കൂടിപ്പോയാൽ ഇറ്റ് കൂൾസ് ഡൗൺ, ഓർ അതിൽ കുറഞ്ഞു പോയാൽ ഇറ്റ് ഹീറ്റ്സ് ദ ബാറ്ററി ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ. ഇറ്റ് മെയിൻറ്റെയിൻസ് യൂണിഫോം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമൽ റണ്ണവേ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അതിനുള്ള കൂളിംഗ് മെത്തേഡ്സ് ആണ് അടുത്ത് നോക്കേണ്ടത്. കൂളിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എയർ കൂളിംഗ് ഉണ്ട്, ലിക്വിഡ് കൂളിംഗ് ഉണ്ട്, റെഫ്രിജറൻറ്റ് ഉപയോഗിച്ച് കൂൾ ചെയ്യുന്നതിന് റെഫ്രിജറൻറ്റ് കൂളിംഗ് എന്ന് പറയും. PCM എന്ന് പറഞ്ഞാൽ ഫേസ് ചേഞ്ച് മെറ്റീരിയൽ ഉപയോഗിച്ച് കൂൾ ചെയ്യുന്നുണ്ട്. ഹീറ്റ് പൈപ്പ്സ് ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് നമ്മുടെ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ബാറ്ററി തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ് എന്താ? ഹൈ പെർഫോമൻസ് കിട്ടും, കാരണം ഒപ്റ്റിമൽ കൂളിംഗ് റേഞ്ചാണ്. സേഫ്റ്റി കംപ്ലയൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ. ഇനി ഇമ്പോർട്ടൻസ്, അതിൻ്റെ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഹൈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമല്ലോ ഫാസ്റ്റ് ചാർജിങ്. എഫിഷ്യൻസി പ്രിവെൻറ്റ്സ് ഓവർ ഹീറ്റിംഗ്. അങ്ങനെ. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ടൈപ്സ് ഓഫ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മളിനി അത് പറഞ്ഞതിൻ്റെ തന്നെ സബ് പറയാണ്. എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. എയർ കൂളിങ്ങിലാണ് എന്താണ്? ഫോഴ്സ്ഡ് കൺവെക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ എക്സ്റ്റേർണലി എയറിന് പവർ ചെയ്ത് കൊടുക്കുകയാണ് ത്രൂ ഡക്ട്സ് ഫോർ അവർ ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ടു കൂൾ. പിന്നെ അത് ചീപ്പാണ്, സിമ്പിളാണ്. ഇവിടെ നമ്മൾ ലിക്വിഡ് കൂളിങ്ങിലാണെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഗ്ലൈക്കോൾ കൂളൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹൈ ഹീറ്റ് റിമൂവൽ കേപ്പബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വാട്ടർ ഹാസ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, അപ്പോൾ ഹൈ ഹീറ്റ് റിമൂവ് ചെയ്യും. പിന്നെ ടെസ്ല, ടാറ്റ, ഹ്യുണ്ടായിലെല്ലാം നമ്മൾ ലിക്വിഡ് കൂളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് ഇമേർഷൻ കൂളിംഗ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഫേസ് ചേഞ്ച് മെറ്റീരിയൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് ചേഞ്ച് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽസ് ലൈക്ക് പാരഫിൻ വിത്ത് ഹൈ ലേറ്റൻറ്റ് ഹീറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ആൻഡ് ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ഡ്യൂറിങ് ഫേസ് ചേഞ്ച്. നമ്മൾ ഫേസ് ചേഞ്ച് ആകുമ്പോൾ ഇപ്പോൾ ലിക്വിഡ് ടു വാട്ടർ ലിക്വിഡ് ടു ഗ്യാസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നത്. അങ്ങനെയായിരിക്കും കൂളിംഗ് നടക്കുന്നത്. ഇനി റെഫ്രിജറൻറ്റ് ബേസ് കൂളിംഗിൽ റെഫ്രിജറൻറ്റ് ഉപയോഗിക്കും, അതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഹീറ്റ് പൈപ്പ് കൂളിംഗ്, അത് എഴുതിക്കോ. യൂസസ് ഹീറ്റ് പൈപ്പ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ഹോട്ട് സോൺസ് ടു കൂൾ സോൺ. അപ്പോൾ എവിടെയൊക്കെയാണ് കൂളായി നിൽക്കുന്നത്, ഹീറ്റ് പൈപ്പ് വെച്ച് അതിനെ മാറ്റും. അപ്പോൾ എന്താ ചെയ്യും? ഒരിടത്ത് ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും, മറ്റടുത്ത് ആവശ്യമുള്ളിടത്ത് ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. പിന്നെ ഹൈബ്രിഡ് കൂളിംഗ് സിസ്റ്റം, അത് കോമ്പിനേഷനാണ്. നമ്മളെ ലിക്വിഡ് കൂളിംഗ്, PCM-ഉം റെഫ്രിജറൻറ്റ് കൂളിംഗും എല്ലാം കൂടിയുള്ള. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് നമ്മൾ ഇവിടെ പറയാൻ നിൽക്കുകയാണ്. ഓക്കെ, ഓക്കെ, നോക്കാം. ഇനി ഫസ്റ്റ് വൺ, ലെവൽ 1 ചാർജിങ്. ഈ ലെവൽ 1 ചാർജിങ് നമ്മൾ എന്താ പറയുക? ട്രിക്കിൾ ചാർജിങ് എന്ന് പറയും. ട്രിക്കിൾ ചാർജിങ്. ഓക്കെ, ഇനി ലെവൽ 2 ചാർജിങ് നമ്മൾ എന്താ പറയുക? ലെവൽ 2 ചാർജിങ് നമ്മൾ എന്താ പറയുക? ഹോം ചാർജർ എന്ന് പറയും. ട്രിക്കിൾ ചാർജിങ് അല്ലെങ്കിൽ ഹോം ചാർജർ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ചാർജിങ് എന്ന് പറയും. ഇനി ഇതെന്താ? DC ഫാസ്റ്റ് ചാർജിങ്. ലെവൽ 3 ചാർജിങ് DC ഫാസ്റ്റ് ചാർജിങ്. ഇവിടെ 120 വോൾട്ട് AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ലെവൽ 1-ൽ 120 വോൾട്ട് AC സപ്ലൈ ആണ്. ലെവൽ 2-ലാണെങ്കിൽ 240 വോൾട്ട് AC സപ്ലൈ ആണ്. സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. ഹൈ പവർ DC ആയിരിക്കും നമ്മളെ DC ഫാസ്റ്റ് ചാർജ്. ഇനി DC ആണ് നമ്മൾ നോക്കണമെങ്കിൽ, DC ആണെങ്കിൽ 208 to 480 വോൾട്ട്. അപ്പോൾ 480 വോൾട്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പം 480 വോൾട്ട് DC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 240 വോൾട്ട് AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി പവർ ഔട്ട്പുട്ട് പറയുകയാണെങ്കിൽ 1 to 2 കിലോവാട്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അപ് ടു 22 കിലോവാട്ട് എന്ന് എഴുതാം. അപ് ടു 22 കിലോവാട്ട്. ഇവിടെ ആണെങ്കിൽ അപ് ടു
350 kW, അപ് ടു 350 kW. ഇനി കണക്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ലെവൽ 1 ചാർജിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ചാർജറാണ്. ഹൗസ് ഹോൾഡിൻ്റെ സോക്കറ്റൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോക്കറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലെവൽ 2 ചാർജിങ്ങിൽ തന്നെ ടൈപ്പ് 1 ചാർജറുണ്ട്, ടൈപ്പ് 2 ചാർജറുണ്ട്. ലെവൽ 3 ചാർജിങ് ആണ് നമ്മൾ മറ്റേ പറഞ്ഞ ചാർജിങ് പ്രോട്ടോക്കോളെല്ലാം ഉപയോഗിക്കുന്ന നമ്മളെ ചാർജിങ് സ്റ്റേഷനിൽ വരുന്ന ചാർജേഴ്സ്. CCS 2, CHAdeMO, GBT, ഇതിൻ്റെ കണക്ടറിൻ്റെ ഫിഗറൊക്കെ നമ്മൾ നേരത്തെ വരച്ചാണ് നോക്കണം. ഓക്കെ. ഇനി ചാർജിങ് ടൈം എന്ന് പറയുന്നത് ലെവൽ 1 ചാർജിങ് ആകുമ്പോൾ കുറേ നേരം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ഓവർനൈറ്റ് ചാർജിങ് ആയിരിക്കും. കാരണം വർക്ക് പ്ലേസ് ചാർജിങ്ങിൽ 4 to 8 hours എടുക്കുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിൽ തന്നെ 80% ചാർജ് ആവും. ഓക്കെ. ഇനി അടുത്ത് നോക്കേണ്ടത് ഇത് കണ്ട ഹോം സ്ലോ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഹോം ഓഫീസസ്, കൊമേഴ്ഷ്യൽ ഏരിയാസ്, ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഹൈവേസ്, ഫ്ലീറ്റ് ഓപ്പറേഷൻസ്, റെസ്റ്റോറൻറ്റ്സിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന DC ഫാസ്റ്റ് ചാർജിങ്ങാണ്. ഓക്കെ. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ വെരി ലോ ആയിരിക്കും. അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ മോഡറേറ്റ് കോസ്റ്റ് ആയിരിക്കും, ഇവിടെ വെരി എക്സ്പെൻസീവ് ആയിരിക്കും. സ്യൂട്ടബിലിറ്റി, നമ്മൾ ചെറിയ ഈ സ്മോൾ EVs എല്ലാം നമ്മൾ ഈ ഒരു ചാർജർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ റെഗുലർ ഡെയിലി EVന് നമ്മൾ ഉപയോഗിക്കുന്ന ലെവൽ 2 ചാർജറാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോട്ടോ. റെഗുലർ EV നമ്മൾ ഉപയോഗിക്കുന്നത് ലെവൽ 2 ചാർജിങ് ആണ്. ലോങ് ഡിസ്റ്റൻസ് ഫാസ്റ്റ് ചാർജിങ്ങിനെല്ലാം നമ്മൾ റെസ്റ്റോറൻറ്റ്സിലെല്ലാം കയറിപ്പോയാൽ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചാർജ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് DC ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതെല്ലാം DC ഫാസ്റ്റ് ചാർജിങ്. ഇപ്പോൾ നമ്മളെ മാളിലോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ DC ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമ്മൾ മാളിൽ കയറി സാധനം മേടിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും സാധനം, അതായത് നമ്മുടെ കാറ് ചാർജ് ആയിരിക്കണം. ഓക്കെ. ഇനി ഡിസ്ക്രൈബ് ദ ബാറ്ററി പാക്ക് ഡിസൈൻ ഓഫ് ആൻ ഇലക്ട്രിക് വെഹിക്കിൾ. ബാറ്ററി പാക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കമ്പോണൻറ്റ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് പറയാമല്ലേ. കുറച്ച് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് പറയാം. അതായത് സെൽ ലെവലുണ്ട്, പിന്നെ മൊഡ്യൂൾ ലെവലുണ്ട്, പിന്നെ പാക്ക് ലെവലുണ്ട്. കുറേ മൊഡ്യൂൾസ് കൂടെ ഒരുമിച്ച് സീരീസിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട്, പിന്നെ ബസ് ബാസ് ഉണ്ട്. ബസ് ബാസിലായിരിക്കും നമ്മളെ മൊഡ്യൂളെല്ലാം കയറ്റി വെക്കുന്നത്. പിന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു കാര്യം ഓർക്കണം, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ. തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ വോൾട്ടേജ് നോക്കും, കറണ്ട് നോക്കും, ടെമ്പറേച്ചർ നോക്കും, SOC വരും, SOH വരും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. പക്ഷേ അത് വേറെ തന്നെ എഴുതണം. പിന്നെ ഹൗസിങ്. ഓക്കെ. ആ ഒരു മൊത്തത്തിലുള്ള ഒരു ബാറ്ററി പാക്കിൻ്റെ ഹൗസിങ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഡസ്റ്റ്, വാട്ടർ, വൈബ്രേഷൻ എക്സെട്ര. ഓക്കെ. ഇനി ബാറ്ററി സ്വാപ്പിംഗ്, ഈ 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പറയാനുള്ളത്. ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. അതായത് ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ടേക്കിംഗ് ഔട്ട് ഡിപ്ലീറ്റഡ് ബാറ്ററീസ് ടേക്ക് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് റിപ്ലേസ്ഡ് വിത്ത് ഫുള്ളി ചാർജ്ഡ് വൺസ്. അഡ്വാൻറ്റേജ് എന്താ? വെരി ഫാസ്റ്റ് അല്ലേ. ഒരിടത്തും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. സ്പേസ് എഫിഷ്യൻ്റ് ആണ്. അതായത് ബാറ്ററി എടുത്ത് നമ്മൾ ഡിപ്ലീറ്റഡ് ബാറ്ററി എടുത്ത് ചാർജിലോട്ട് വെക്കുക, പുതിയ ബാറ്ററി എടുത്ത് ഇടുക. നമ്മൾ റീൽസിലും ഇതിലെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ചൈനയിലും ജപ്പാനിലും എല്ലാം ഇത് ഓൾറെഡി പ്രസൻ്റ് ആണ്. കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ ദ ഫങ്ഷൻസ് ഓഫ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ടെമ്പറേച്ചർ റേഞ്ച് ഒപ്റ്റിമൽ റേഞ്ചിലാക്കാൻ വേണ്ടിയിട്ട്, യൂണിഫോം ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, തെർമൽ റൺ അവേ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Now define electric vehicle supply equipment. Electric vehicle supply equipment എന്ന് പറയുന്നത് is the equipment used to safely deliver electrical power from grid to an electric vehicle. ഒന്നുമില്ല, നമ്മളെ ചാർജിങ് സ്റ്റേഷനെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. It includes connectors, meters, protection circuits, communication units, ensure safe charging, authentication, billing, monitoring. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. നമ്മളെ ചാർജിങ് സ്റ്റേഷൻ ഉള്ള കാര്യങ്ങളാണ്. ചാർജിങ് ഉണ്ട്, ബില്ലിംഗ് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്, എത്ര ചാർജ് ശതമാനമായി എന്നുള്ള മോണിറ്ററിങ്, ഒതൻറ്റിക്കേഷൻ ഉണ്ട്, അതെല്ലാം ഇത് മോണിറ്റർ ചെയ്യും. പിന്നെ നമുക്കുള്ളത് വാട്ട് ആർ ദ കീ ഫങ്ഷൻസ് ഓഫ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ. ബാറ്ററി തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. മോണിറ്ററിംഗ്, പ്രൊട്ടക്ഷൻ, ബാലൻസിങ്. എന്താ മോണിറ്റർ ചെയ്യുന്നത്? വോൾട്ടേജ്, കറണ്ട്, ടെമ്പറേച്ചർ. എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഓവർ ചാർജ്, ഓവർ ഡിസ്ചാർജ്, ഓവർ കറണ്ട്. എന്താണ് ബാലൻസ് ചെയ്യുന്നത്? ബാലൻസ് ഈക്വൽ ചാർജിങ് ഓഫ് ഓൾ സെൽസ്. ഓക്കെ. എല്ലാ സെൽസും ഒരേ രീതിയിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽസ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു മൊഡ്യൂൾ പോലെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ കുറേ സെൽസ് ഉള്ളപ്പോൾ ആ സെല്ലെല്ലാം ഈക്വലി ചാർജ്ഡ് ആവണം. എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ലിഥിയം അയൺ ബാറ്ററി. ഞാൻ പറഞ്ഞല്ലോ, ലിഥിയം അയൺ ആണ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ബാറ്ററി. വൈ? ഹൈ എനർജി ഡെൻസിറ്റി, ഹൈ എഫിഷ്യൻസി, ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ലിഥിയം അയണിനുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആയ DC ചാർജിങ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ലിഥിയം അയൺ ഉപയോഗിക്കുന്നത്. ഡിസ്കസ് ദ ഫാക്ടേഴ്സ്
ടു ബി കൺസിഡേർഡ് ഇൻ എ ബാറ്ററി പാക്ക് ഡിസൈൻ. അപ്പം ഇലക്ട്രിക്കൽ ഡിസൈൻ നോക്കുന്നു, മെക്കാനിക്കൽ ഡിസൈൻ നോക്കുന്നു, തെർമൽ ഡിസൈൻ നോക്കുന്നു. ഇത് ജസ്റ്റ് വായിച്ച് പോയാൽ മതി. എക്സ്പ്ലെയിൻ ചാഡെമോ വിത്ത് ആപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജപ്പാനിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ് ടു 500 kW നമ്മളെ ചാവോജി എന്ന് പറയുന്ന പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 500 kW വരെ ചാർജ് ചെയ്യാൻ പറ്റും. വെഹിക്കിൾ ടു ഗ്രിഡ് V2G എന്ന് പറയും. ബൈ ഡയറക്ഷണൽ ചാർജിങ് നെ സഹായിക്കും. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് EVs in Japan, used in fast charging stations for EVs in Japan, Europe and some Indian chargers. Suitable for passenger cars, light duty vehicles and two wheelers. ഇതൊക്കെയാണ് നമ്മൾ ചാഡെമോ ഉപയോഗിക്കുന്നത്. പിന്നെ അൾട്രാ ഹൈ പവർ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. വാട്ട് ആർ ദ സെൻസേഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്? സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ എഴുതിയാൽ മതി. ടെമ്പറേച്ചർ, വോൾട്ടേജ്, കറണ്ട്. പിന്നെ നമുക്കുള്ളത് കൂളൻ്റ് ലീക്കേജ് സെൻസർ, വെഹിക്കിൾ സ്പീഡ്, എത്രത്തോളം സ്പീഡിലാണ് ഓരോ വെഹിക്കിളും ഓരോ വീൽ സ്പീഡ് സെൻസർ, എത്രത്തോളം സ്പീഡിലാണ് ഓരോ വീലും പോകുന്നത്, ഗ്യാസ് ഡിറ്റക്ഷൻ സെൻസർ, അതൊക്കെ. ഇനി എക്സ്പ്ലെയിൻ എനി 3 സെൻസേഴ്സ്: ടെമ്പറേച്ചർ സെൻസർ, വോൾട്ടേജ് സെൻസർ, ഗ്യാസ് സെൻസർ. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, BMS ഓഫ് എൻ EV? ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്, ഓവർ കറണ്ട്, ഓവർ വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട്സ്. ഓക്കെ, പിന്നെ എസ്റ്റിമേഷൻ, എത്രയാണ് സ്റ്റേറ്റ് ഓഫ് ചാർജ്, എത്രയാണ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, എത്രയാണ് SO4 ആക്യുറേറ്റ് ഡ്രൈവിംഗ് റേഞ്ച്. പിന്നെ സെൽ ബാലൻസിങ്, ഈക്വലൈസസ് സെൽ വോൾട്ടേജ് ടു ഇംപ്രൂവ് ബാറ്ററി പെർഫോമൻസ് ആൻഡ് ലൈഫ് സ്പാൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ 4. ഓക്കെ, താങ്ക് യു.